ഹലോ സ്റ്റുഡൻസ്, അക്കൗണ്ടൻസി പഠിക്കാനുള്ള ടെക്നിക്ക് ഉണ്ടോ? പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ടെക്നിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടൻസി ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള ടെക്നിക്കാണ് കുട്ടികൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നമുക്കൊരു മാത്സ് പോലെയല്ല, നമുക്കൊരു അക്കൗണ്ടൻസി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, ഏത് ചാപ്റ്ററാണോ പോകേണ്ടത്, ആ ചാപ്റ്ററിൻ്റെ അകത്തുള്ള പ്രോബ്ലംസിന് കൃത്യമായിട്ട് തിയറി അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. അപ്പം വെറും പ്രോബ്ലം മാത്രം ചെയ്യുക, ഒരു ടൈപ്പ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നു, അതേപോലെ മറ്റൊരു ടൈപ്പ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ചെയ്ത് ശീലിക്കാതെ എന്താണ് വർക്കൗട്ട് ചെയ്യുന്നതും എന്താണ് അതിൻ്റെ കണ്ടന്റും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാൻ. ഇനി ടെക്നിക്കിലേക്ക് വരാം. നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ അക്കൗണ്ടൻസി പ്ലസ് 1 നമുക്ക് തിയറി ആയിരുന്നു. ആ തിയറിക്കകത്തുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ടേംസുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സെക്കൻഡ് ചാപ്റ്ററായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ നിങ്ങൾ തേർഡ് ചാപ്റ്ററിലേക്ക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഈ സൈഡ് എത്തുമ്പോഴാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറ്. കാരണം ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വർക്ക് ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ടെക്നിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 അല്ലെങ്കിൽ 2, ഇനി വരാൻ പോകുന്ന ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വരാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതുപോലെ തന്നെ കണ്ടന്റുകൾ മനസ്സിലാക്കുക. അതിനുശേഷം ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഹോംവർക്കായിട്ട് നിങ്ങൾ വീണ്ടും അത് വർക്കൗട്ട് ചെയ്യണം. ഇതിനുവേണ്ടി പല കുട്ടികളും യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത് പെൻസിൽ കൊണ്ട് വർക്കൗട്ട് ചെയ്യും. അതിനുശേഷം ആ പെൻസിൽ കൊണ്ട് ശരിയായിരിക്കും അത്. അപ്പോൾ ആ പെൻസിൽ കൊണ്ട് വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം ചെയ്യും, വീട്ടിൽ പോയിട്ട് വീണ്ടും അത് പെന്നിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മൾ ആ പ്രോബ്ലം ഒന്നുകൂടി ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. കൂടാതെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിലെ പ്രാക്ടിക്കൽ സൈഡ് മാത്രം നിങ്ങൾ എക്സ്ട്രാ ഒരു കൺസേൺ കൊടുക്കണം. അതിന് ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണുള്ളത് ആ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് മുഴുവൻ പ്രാക്ടീസ് ചെയ്യുകയും കൂടാതെ NCERTയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, എന്നാലും +1 അക്കൗണ്ടൻസിയുടെ NCERT ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങളത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം, നമുക്കത് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ PDFൻ്റെ അകത്ത് ലാസ്റ്റ് നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ എക്സസൈസ് കാണാം. ആ എക്സസൈസ് ക്വസ്റ്റ്യൻ മുഴുവൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ മാത്രമേ അക്കൗണ്ടൻസി നമുക്ക് പിടിക്കാൻ പറ്റൂ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഒരു ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് തിയറി മനസ്സിലാക്കുക. പല കുട്ടികളും തിയറി അതുപോലെ വായിക്കാറില്ല, തിയറി അതുപോലെ ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ തിയറി നല്ലപോലെ വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിൻ്റെ പ്രോബ്ലംസുകളിലേക്ക് പോകൂ. കൺസെപ്റ്റ് ടീച്ചേഴ്സിനോട് കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പോകാൻ. കാരണം ഒരു പ്രോബ്ലം ചെയ്ത് അതേപോലെ അടുത്ത പ്രോബ്ലം നിങ്ങൾ ചെയ്യും, ഓക്കെയാണ്. പക്ഷേ അതിനകത്ത് ചെറിയൊരു മാറ്റമൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. അത് കൺസെപ്റ്റ് മനസ്സിലാത്തതുകൊണ്ടാണ്. അങ്ങനെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് പഠിച്ച് അക്കൗണ്ടൻസി ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റണം. അത് തന്നെയാണ് നമ്മുടെ ടെക്നിക്ക്.